ഡിസംബർ മാസമായാലും പിന്നെ കേക്കുകളുടെ കാലമാണല്ലോ അല്ലേ. അപ്പോൾ കേക്കുകളും ഡെസേർട്ടുകളൊക്കെ സെയിൽ ചെയ്യുന്നവർക്ക് ഈ ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതാ ഇതുപോലെ അടച്ചിട്ട് ഇതുപോലെ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ഡെസേർട്ടൊക്കെ ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ ഇവിടെ ഒരു അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റൊക്കെ അങ്ങ് മാറ്റി വെച്ചാൽ മതി കേട്ടോ. നമ്മളിതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയം മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഇതവിടെ റെഡിയാക്കി എടുക്കാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ഇതാ ഒരു അരിപ്പ എടുത്തിട്ട് ബൗളിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദയും പിന്നെ 1 ടീസ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ലൈറ്റ് കളറിലുള്ളതാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഡാർക്ക് കൊക്കോ പൗഡറാണ് നിങ്ങളെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 3/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുക്കുന്നത് മസ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്കിന്. പിന്നെ അരിച്ചെടുക്കുന്ന സമയം ഒരു റഷ് അരിച്ചെടുത്താൽ പോരാ. ഈ ഒരു കൊക്കോ പൗഡറൊക്കെ എല്ലാ ഭാഗത്തും മിക്സ് ആയാൽ മാത്രമേ ഉള്ളൂ ആ ഒരു കേക്കിന് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കളറൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 3 പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഈ ഒരു ഫ്ലോർ മുഴുവനായിട്ട് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഇപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഇതാ ബൗൾ എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നുമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ബൗളായിരിക്കണം. അതിലേക്ക് നമുക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ ഇതിലേക്കൊക്കെ എടുക്കുന്ന കാര്യങ്ങളെല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നങ്ങ് ബീറ്റായിട്ട് ഇതുപോലെ ഒരു വലിയ ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാരയുടെ പൊടിയും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള അളവാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് ഇതുപോലെ നല്ല കട്ടിയായിട്ട് ബീറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്നങ്ങ് കറക്കി എടുത്താൽ മതി, ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഫുഡ് കളർ, റെഡ് ഫുഡ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ജെൽ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നമ്മളെ കേക്കിന് എത്രത്തോളമാണോ കളർ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ജെൽ കളർ ആകുമ്പോൾ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, എന്നാൽ തന്നെ നല്ല കളർ കിട്ടും. അപ്പോൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ സ്പീഡിലിട്ടിട്ട് തന്നെ ജസ്റ്റ് ഒന്നങ്ങ് കറക്കി എടുത്താൽ മതി കേട്ടോ. ഇതെല്ലാം ഒന്നങ്ങ് യോജിച്ച് വന്നാൽ മതി. ഇതുപോലെ ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോറും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ പതുക്കെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് കുത്തി ഇളക്കരുത്. ഇനി ഒരു 3-4 ബാച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ പൊടികളും ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ടൈപ്പിലുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. കേക്ക് ടിന്നിൻ്റെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ അടിയിലും സൈഡിലൊക്കെ ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ കൺവെൻഷൻ ഓവനിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ തന്നെ ഒരു 30 മിനിറ്റാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. കേക്ക് ബേക്കായിട്ട് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് കേക്കിനെ ലെയർ ചെയ്തെടുക്കാം. ഇതുപോലെ 3 ലെയറാണ് കേട്ടോ ഞാൻ ആക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രീമൊക്കെ നമ്മൾ എത്രത്തോളമാണോ സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു ആവശ്യത്തിനനുസരിച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് അവിടെ മാറ്റി വെച്ചിട്ട് വേറൊരു ബൗളിൽ ഒരു 1/4 കപ്പ് ക്രീം ചീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും പിന്നെ മധുരത്തിനായിട്ട് പഞ്ചസാരയുടെ പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ബീറ്റ് ചെയ്തിട്ട് ആ ഒരു ക്രീമിൻ്റെ ചെറിയ പുളിപ്പൊക്കെ മാറിയിട്ട് ആ ഒരു മധുരത്തിലേക്ക് വരണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് വരണം. അപ്പോൾ അതുവരെ നന്നായിട്ട് ഷുഗറിൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് റെഡിയായി കഴിഞ്ഞാൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ അത് എത്രത്തോളം ടേസ്റ്റി ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു വിപ്പിഡ് ക്രീം ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാം ഒന്ന് മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ക്രീം നമ്മൾ കേക്കിൽ ചെയ്യുന്നത് പോലെയല്ല, ഒരുപാട് കുറച്ചങ്ങ് ലൂസായാലും ഈ ക്രീം ചീസ്
ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ ക്രീം ലൂസാവും. അങ്ങനെ ലൂസായാലും കുഴപ്പമില്ല, ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. എന്നാലുള്ള കുറച്ചും കൂടെ നമുക്കൊരു ടേസ്റ്റിൽ കിട്ടുള്ളൂ. അല്ലാതെ നമ്മളിതൊരു കേക്കായിട്ടല്ല ചെയ്തെടുക്കുന്നത്, ഒരു ട്രിഫിളായിട്ടാണ് കേട്ടോ. റെഡ് വെൽവെറ്റ് ട്രിഫിളാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ചൊരു ലൂസായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി എന്താ നമുക്ക് ഇതുപോലുള്ള പാത്രം ഉണ്ടല്ലോ, അതിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ പുറത്തൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെയുള്ള പാത്രത്തിൽ ആക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് കേക്കിനെ ലെയറിനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പീസ് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചിട്ടുള്ള ക്രീം ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ക്രീം തന്നെയാണ് കേട്ടോ ഇത്. ഈ ഒരു കേക്കിൻ്റെ കൂടെയും കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയർ കേക്ക് പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ക്രീം ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കേക്കിൻ്റെ ക്രംസ് ഇതുപോലെ നടുക്ക് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ആ ഒരു റെഡും വൈറ്റും കൂടെ ചേരുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഭംഗിയാണല്ലോ കേക്കിന്. അതുപോലെ തന്നെയാണ് കേട്ടോ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കാം. ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസമൊക്കെ കഴിക്കുമ്പോൾ കൂടുതലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ക്രീമൊക്കെ കേക്കിലേക്കൊക്കെ ഇറങ്ങിയിട്ട് അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഈ ഒരു റെഡ് വെൽവെറ്റ് ട്രിഫിൾ. ഇനിയിപ്പോൾ നമുക്ക് പുറത്തൊക്കെ സെയിൽ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സെയിൽ ചെയ്യും ചെയ്യാം കേട്ടോ. ഇത് അടച്ച് വെച്ചിട്ട് ഇതുപോലെ സ്പൂണൊക്കെ വെച്ചിട്ട് സെയിൽ ചെയ്യാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്